ടിറ്റു പോയി ഫസ്റ്റ് ഫ്രഷ് ആയിട്ട് വാ, അതിനുശേഷം കളിക്കാം. ആരാ അത് ഈ സമയത്തിൽ? ഇപ്പൊ ആരാ ആരാ നിങ്ങളൊക്കെ? ഇവിടെ എങ്ങനെയാ വന്നത്? ആരാ നിങ്ങളൊക്കെ? എന്റെ ചക്കുരു കുടും പേടിക്കണ്ട പേടിക്കണ്ട, ഒന്നുമില്ല ഒന്നുമില്ല. നിനക്ക് ഞാൻ ആരാന്ന് അറിയാമോ? കൂടുതൽ ഇങ്ങോട്ടൊന്നും പറയണ്ട. സജാദിന്റെ വൈഫ് തന്നെയല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ പറ്റി നല്ലോണം അറിയാം. നിർത്ത. ഇതുകൊണ്ട് പോയി പ്രസിൽ കാണിക്കേ. ഈ കാര്യം എക്സ്പോസ് ചെയ്യാതെ അങ്ങനെ വിടാൻ പാടില്ലല്ലോ. കേട്ടാ വിളിക്കും. ഓക്കെ സാറേ, സാറിന്റെ അപ്പൻ ലൈനിലുണ്ട്, ഫോൺ എടുക്ക്. നമ്മളോടാ കളി, സംസാരിക്കും. ഹലോ, വണ്ടി വിട്ട് ഇറങ്ങടാ, ഇറങ്ങ്, വേഗം ഇറങ്ങ്. ഇറങ്ങല്ല പറഞ്ഞ. നോക്കിക്കോ, അകത്തോട്ട് കേറ്, കേറാൻ. അക്ബർ സിംഗ്, അക്ബർ സിംഗ്, ഞാൻ നിങ്ങളുടെ ആ കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പേര് പറഞ്ഞ് വിളിക്കും? അതെ, ഞാനാണ് SI സർജാദ്. പറയാ, നീ എന്തിനു വേണ്ടി അവിടെ വന്നേ? അതായത് ഞാൻ പിടിച്ച ഈ കാർ നിങ്ങൾക്ക് തരാൻ വന്നതാ. പിന്നെ എന്തിനാടാ പിടിച്ചേ? ഞാൻ എന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തുള്ളൂ. അക്ബർ സേദ് ഡ്യൂട്ടി ഫ്രീ ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നതും ഞാനാണ്, അതിനെ തീർക്കുന്നതും ഞാനാണ്. ജോലി റിസൈൻ ചെയ്ത് നാട് വിട്ട് തന്നെ 1 hour പോയിരിക്കണം. അല്ലെങ്കിൽ നിന്റെ ഭാര്യയും കൊച്ചും ചത്തെന്നുള്ള ന്യൂസ് TV-യിൽ എഴുതി കാണിക്കും. എന്റെ ഭാര്യയും കുട്ടികളും വിട്ടേക്ക്. അവരൊന്നും ചെയ്യരുത് പ്ലീസ്. അവരടുത്ത് ഒരു പ്രശ്നം ചെയ്യരുത്. അവരെ കൊന്നുകളയരുത് പ്ലീസ്. അവരൊന്നും ചെയ്യല്ലേ സാർ. ഓർമ്മയിലിരിക്കട്ടെ, ഒരിക്കലും നീ എന്റെ കൺമുമ്പിൽ വന്നു പോരുത്. നസീം, ടീറ്റോനെ വിളിച്ചവരെ വിട്ടയക്കാൻ പറയാ. എണീക്ക്, തൊപ്പി കഴിക്ക്, സല്യൂട്ട് അടിക്ക്. അസ്സലാമു അലൈക്കും സർ. ഒക്കോ. എന്താടാ? ഹലോ, അവരെ വിട്ടേക്ക്. കേട്ടാ, അക്ബർ സേത്തിനെ കുറിച്ചൊരു കാര്യം അറിയോ? ഗോഡ് ഫാദറാ, മാത്രമല്ല പോലീസുകാരുടെ ശത്രു. ആരാ നിങ്ങള്? ഡേയ്, ഞാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞതാ കാശ് എടുത്തോളൂ എന്റെ തന്നോന്ന്. നിന്നെ അയ്യോ ചേട്ടാ, എനിക്കൊന്നും അറിയില്ല ചേട്ടാ. ഓണർ അടുത്ത് പോയി സംസാരിച്ചു ചേട്ടാ. ചേട്ടാ അയ്യോ അയ്യോ ചേട്ടാ, എനിക്ക് അറിയില്ല ചേട്ടാ. പ്ലീസ് ചേട്ടാ, വിട്ടേ ചേട്ടാ. പിടിക്കണവനെ. ഞാനൊന്നും ചെയ്തില്ല. അയ്യോ, എന്നെ അയ്യോ, അവിടെ നിൽക്കേ, എന്നെ വിട്. അയ്യോ അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. എന്നെ വെറുതെ വിട്. പാടാ. മോനെ 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 എന്താ പറ്റിയ? മോനെ മോനെ ഒന്ന് എഴുന്നേക്ക്. മോനെ മോനെ അച്ഛനെ ഒന്ന് നോക്ക്. മോനെ മോനെ ഒന്ന് എഴുന്നേക്ക്. അച്ഛനെ ഒന്ന് നോക്ക് മോനെ. മോനെ, ആരാ മോനെ നിന്നോട് ഇങ്ങനെ ചെയ്തത്? ചക്കരേ, പൊന്നു മോനെ,
ചിരിച്ചേ ചിരിച്ചേ ചിരിച്ചേ. അക്ബർ സേട്ട് നിന്നെ കാണുമെന്ന് പറഞ്ഞല്ലേ, നീ എന്താ ഇതുവരെ ചെല്ലാഞ്ഞ്? അതിന്റെ ഫലം എന്താന്ന് കണ്ടേ? കാണിച്ചു തരാടാ. ഏയ്, അതേതൊന്നും ചെയ്യല്ലേ. വിട്, please. അയ്യോ. என்னங்க 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 என்னங்க. അമ്മ അമ്മ. എന്താ മോനെ, ചേട്ടാ. ഇത്രയും പുലർച്ചെ എങ്ങോട്ടേക്കാ? ഒന്നുമില്ല ചേട്ടാ, ചെറിയൊരു പണിയുണ്ടായിരുന്നു. തനിച്ച് പോവാനത്ര ആളായോ? എന്നാ പോയിട്ട് വാ, സൂക്ഷിക്കണം. ശരിയേട്ടാ. ആ ഇനി എന്തൊക്കെയുണ്ട്? ആ സുഖം. വേറെന്താ വിശേഷം? ഇന്നെന്താ പുതിയ റെസിപ്പി? സ്പെഷ്യൽ ഹൽവ തന്നെ. ആ വാടോ വാ, പിന്നെ കാണാം. കൊറേ ദിവസമായിട്ട് ആളെ കണ്ടില്ലല്ലോ. അസ്സലാമലൈക്കും. വാലേക്കും അസ്ലാം. ഓ, ഹെർബലാണോ? ഞാൻ എൻ്റെ വയസ്സ് കുറയ്ക്കാനായി കാലത്തെ രാത്രി അല്ലാതെ എന്തൊക്കെയോ കഴിച്ചു കൂട്ടുന്നു, പക്ഷെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ചേട്ടാ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. ഞാൻ 7 ദിവസം കഷ്ടപ്പെട്ട് ഒരു അടിപൊളി ഹെർബൽ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്പെഷ്യൽ ഹൽവയിൽ എല്ലാ മൂലികകളും ഉണ്ട്. ഒരു തവണ കഴിച്ചു നോക്ക്, പിന്നെ നിങ്ങൾക്ക് അകത്തും പുറത്തും മേലെയും താഴെയും എല്ലായിടത്തും നല്ല ശക്തി തോന്നും.